വിവാദമായതിനെ തുടർന്ന് എമ്പുരാനിൽ മാറ്റങ്ങൾ വരുത്തും. ചില ദൃശ്യങ്ങൾ മാറ്റും, ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റാനും ധാരണയായി. ശക്തമായ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, വലിയ വിവാദമാണ് എമ്പുരാൻ സിനിമ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ നീക്കങ്ങൾ? വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും സെൻസർ ബോർഡ് ഈ ചിത്രത്തിൻ്റെ വീണ്ടും ഒരു റീസെൻസറിംഗ് നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഇന്ന് നടന്ന റീസെൻസറിംഗിലാണ് ഇപ്പോൾ ഈ പറയുന്ന ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നു, ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുന്നടക്കമുള്ള മാറ്റങ്ങളുമായി ചിത്രം തിങ്കളാഴ്ചയോടെ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്നുള്ളതാണ്. പുതിയ ഭാഗങ്ങൾ, മാറ്റം വരുത്തിയ ഭാഗങ്ങൾ ഒഴിവാക്കി പുതിയ മാറ്റങ്ങളോടെയുള്ള സിനിമയുടെ പ്രിന്റായിരിക്കും ഇനി മുതൽ തിങ്കളാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് നേരത്തെ ഈ സിനിമ സെൻസർ ചെയ്ത ബോർഡിനെ ഒഴിവാക്കി, ആ പാനലിനെ ഒഴിവാക്കി പുതിയ പാനൽ, പൂർണ്ണമായും പുതിയ സെൻസർ ബോർഡ് അംഗങ്ങൾ അവരുടെ പുതിയ പാനൽ ചേർന്ന് ഇത്തരത്തിൽ ഒരു സെൻസറിംഗ് നടത്തുകയും ഇതിൽ ഈ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത്. രാവിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഈ സെൻസറിംഗ് പ്രവർത്തനങ്ങൾ നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വില്ലന്റെ പേരടക്കം മാറ്റുന്നു. ഒപ്പം വിവാദമായിട്ടുള്ള ഗോത്ര കലാപമടക്കമുള്ള വിഷയങ്ങൾ, അത് തീവപ്പടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവാദമായിട്ടുള്ള ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു, ചില ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു, ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുന്നു എന്നടക്കമുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സെൻസർ ബോർഡ് പോയിരിക്കുന്നത്. വ്യാപകമായ പ്രതിഷേധം ദേശീയ തലത്തിൽ നിന്ന് വരെ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നിരുന്നു. അങ്ങനെ യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ പോലും പല വിധമായിട്ടുള്ള പരാമർശങ്ങളുമായി രംഗത്തെത്തി. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങളടക്കം അന്വേഷിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു തിരിച്ചറിവാണ്. നാടിൻ്റെ നാനാകോണിൽ നിന്നുമുള്ള ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ടിക്കറ്റുകളടക്കം അത് ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കൊക്കെ പോകുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയതോടെയാണ് ഇപ്പോൾ ഈ റീസെൻസറിങ് നടന്നതും ആ റീസെൻസറിങ്ങിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നതും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുന്നതും ഒപ്പം വില്ലന്റെ പേരടക്കം മാറ്റുന്നതും. നീലിമ, അതായത് 17 ഭാഗങ്ങളിലാണ് മാറ്റം വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇത്? വളരെ വിവാദം സൃഷ്ടിച്ച ഈ വിവാദ ദൃശ്യങ്ങളാണ് ഈ 17 എണ്ണം എന്ന് പറയുന്നത്. അതുപോലെ വില്ലന്റെ പേര് മാറ്റാനും തീരുമാനമായിരിക്കുകയാണ്. ഇന്നത്തെ റീസെൻസറിംഗിൽ പങ്കെടുത്ത സെൻസർ ബോർഡ് അംഗങ്ങൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുന്നു, ചില ഭാഗങ്ങൾ മാറ്റുന്നു. ഈ പറയുന്ന 17ഓളം ഭാഗങ്ങളുണ്ട് അതിൽ പ്രശ്നമുള്ള ഭാഗങ്ങളായി അവർ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭാഗങ്ങൾ നീക്കം ചെയ്യാനും ഒപ്പം തന്നെ ഈ പറയുന്ന പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സെൻസർ ബോർഡ് പോയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ വില്ലൻ്റെ പേര് മാറ്റത്തിലടക്കമുള്ള നടപടികളും സ്വീകരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്നുള്ളത് അത് കൃത്യമായി തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് ആ ഭാഗങ്ങൾ പുറത്തു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും. കാരണം അത് ഈ പറയുന്ന സെൻസർ ബോർഡ് അംഗങ്ങളുടെ ഡ്യൂട്ടിയുടെ ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷയങ്ങൾ പുറത്ത് വിടാനുള്ള സാഹചര്യമില്ല. എന്തായാലും ഒഴിവാക്കുന്ന ഭാഗങ്ങൾ പ്രധാനമായും ഈ വിവാദമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്ന ആ ഭാഗങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏതൊക്കെ എന്നുള്ളത് സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായി കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. എന്തായാലും വിവാദമായതോടെ ഈ വിഷയത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ സെൻസർ ബോർഡ് തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ ആ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വിവാദങ്ങളായിരിക്കുന്ന ഭാഗങ്ങൾ തന്നെ ഒഴിവാക്കപ്പെടുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾ നൽകുന്ന വിവരം. പക്ഷേ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ ആ ചിത്രം തിയേറ്ററിലെത്തണം. വ്യാപകമായ പ്രതിഷേധം സിനിമയെപ്പറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ നിന്നടക്കം ഓർഗനൈസർ വാരിക അടക്കമുള്ള സംവിധാനങ്ങൾ പോലും ഈ ചിത്രത്തിലെ പരാമർശങ്ങളെ പറ്റിയുള്ള വിമർശനം, അതിൽ ഒളിച്ചു കടത്തിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ, ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നവമാധ്യമങ്ങളിൽ പോലും ഏത് രീതിയിലാണ് ഈ ചിത്രത്തിൽ ചില ഒളിച്ചുകടത്തലുകൾ നടത്തിയിരിക്കുന്നതെന്നടക്കമുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം പൃഥ്വിരാജിനെ പറ്റി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയാണ് യുവമോർച്ച ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് മുന്നോട്ട്
വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുന്നു, ഒന്ന് ഈ ആടുജീവിതത്തിൻ്റെ ചിത്രീകരണത്തിന് ശേഷം ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ജോർദാനിൽ കുടുങ്ങിയ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി. അതിനുശേഷം പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ത് എന്നുള്ളത് അന്വേഷിക്കണം. ദേശീയ അന്വേഷണ ഏജൻസികളടക്കം ഇക്കാര്യത്തിൽ പരിശോധന നടത്തണമെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടൊരു സാഹചര്യം നിൽക്കുന്നു. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ സെൻസർ ബോർഡിൻ്റെ ഈ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും ചിത്രത്തിലെ 17ഓളം ഭാഗങ്ങളിൽ കത്തിവയ്ക്കാൻ സെൻസർ ബോർഡ് തയ്യാറായതും. നീലിമ, എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക? അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണോ? നീലിമ, അതായത് വരുന്ന ആഴ്ച എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുക. തിങ്കളാഴ്ചയ്ക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായർ. അതിനുള്ളിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ പുതിയ കോപ്പി എല്ലാ തിയേറ്ററുകളിലും എത്തിച്ച് അവിടെ സംപ്രേഷണം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വരുന്ന ഒരാഴ്ച, ആ ഒരു ആഴ്ചയിൽ ഏത് ദിവസവുമാകാം. പക്ഷേ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്നത് തിങ്കളാഴ്ച തന്നെ ഇതിൻ്റെ പുതിയ വേർഷൻ, അത് സിനിമയുടെ പുതിയ വേർഷൻ എഡിറ്റ് ചെയ്ത സെൻസർ ചെയ്ത പുതിയ ഭാഗം വേർഷനായി ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നുള്ളതാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അത് സിനിമയുടെ അണിയർ പ്രവർത്തകർ തന്നെ നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അടക്കമുള്ളവർ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ, ആക്ഷേപങ്ങൾ, പ്രതിഷേധങ്ങൾ അതൊക്കെ ഈ ഒരു സെൻസർ ബോർഡിൻ്റെ നടപടിയിലൂടെ ഇല്ലാതാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുന്നു. അതിൽ വ്യക്തത വരേണ്ടത് സിനിമയുടെ അണിയർ പ്രവർത്തകർ തന്നെയാണ്. അത്തരം വിശദീകരണങ്ങൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഈ ചിത്രത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് സെൻസർ ബോർഡ് പോയത് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ പറയുന്ന ആരോപണങ്ങൾ ഉയർന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗോദ്ര ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം മറ്റ് പരാമർശങ്ങൾ, ചില രാഷ്ട്രീയ അജണ്ടകൾ, അതൊക്കെ ആ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം വ്യക്തത വരണമെങ്കിൽ ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുകയും അത് മുൻപത്തെ ഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തത ഉണ്ടാകുക എന്നുള്ളതാണ്. നീലിമ. ഓക്കെ പ്രജിത്ത്, എമ്പുരാനിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന വിലയിരുത്തലിൽ എത്തിയിരിക്കുകയാണ് സെൻസർ ബോർഡ്. 17 ഭാഗങ്ങൾ, വിവാദമായ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ ധാരണയായിരിക്കുന്നു. മാത്രവുമല്ല, വില്ലന്റെ പേര് മാറ്റുന്നത് ഉൾപ്പെടെ സമഗ്രമായ മാറ്റം കൊണ്ടുവരണം എന്നാണ് സെൻസറിംഗ് ബോർഡിന്റെ തീരുമാനം. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.